ഏറെ നാളുകൾ നീണ്ടുനിന്ന കാൽപന്ത് കളിയുടെ ആവേശം ഇന്ന് കലാശക്കൊട്ടിലേക്ക് എത്തുകയാണ്. എല്ലായിടത്തും അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് ആളുകൾ. ഇന്ന് രാത്രി ഫൈനൽ മത്സരം കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുമ്പോൾ കോട്ടയം നഗരത്തിൽ പൊതുവെ ആളുകളെ കുറച്ചേ കാണാനുള്ളൂ. നമ്മളിപ്പോൾ കോട്ടയം നാഗമ്പടത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടക്കാൻ പോവുകയാണ്. രാത്രി മത്സരം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ആര് ജയിക്കുമെന്നാണ് കരുതുന്നത്? സ്പെയിനാണോ അർജൻറ്റീന ആയിരിക്കുമോ? അർജൻറ്റീനയാണ്. അർജൻറ്റീനയുടെ എല്ലാ കളികളും കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഫാനാണോ? അർജൻറ്റീന ഫാനാണ്. എങ്ങനെയുണ്ട് മെസ്സിയുടെ ഒരു പ്രകടനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അവിടെ കടയിൽ വേറെ ചോദിച്ചിട്ടുണ്ട്, കളികളൊക്കെ കാണാറുണ്ടായിരുന്നു? ഫുട്ബോൾ കളി കാണാൻ മോൻ്റെയൊക്കെ കൂടെ ഇരുന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കാണും ഒക്കെ. വലിയ അതിനോടുള്ള പ്രാധാന്യം നമുക്ക് അറിയാം. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ. വീട്ടിലൊക്കെ ഏതെങ്കിലും ടീമുകളുടെ ഫാനുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. അർജന്റീനൻ ആൾക്കാരല്ലേ ഉള്ളൂ, മെസ്സിയുടെ ആൾക്കാരല്ലേ എല്ലാവരും ഉള്ളൂ. മൊത്തത്തിൽ മെസ്സി കോഴിക്കോട് ബാസി സാറിൻ്റെ കുറേ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇന്നലെയും കേട്ടു. അതങ്ങനെ കേട്ടോണ്ടൊക്കെ ഇരിക്കുന്നു. കുഴപ്പമില്ല, നല്ല രീതി നല്ല ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അർജന്റീനയ്ക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളതെന്ന് തോന്നുന്നു. ഏതായാലും സ്പെയിനും ഇവിടെ മത്സരരംഗത്തുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ സ്പെയിനിൻ്റെ ആളുണ്ടാ? ഞാൻ അർജന്റീനയുടെ ഫാനാണ്, പക്ഷെ ജയിക്കുന്ന സ്പെയിനായിരിക്കും. സ്പെയിനേ ജയിക്കുള്ളൂ. മത്സരങ്ങൾ കാണാറുണ്ടായിരുന്നു? കാണാറുണ്ട്. ആരുടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആരുടെ ഫാനാണ്? മെസ്സിയുടെ ഫാനാണ്, പക്ഷേ സ്പെയിൻ ജയിക്കുന്നതാണ് കളി വെച്ച് നോക്കുമ്പോൾ. ഇതൊരു മെസ്സി ഫാനാണ്, പക്ഷേ സ്പെയിൻ ജയിക്കുമെന്നാണ് പറയുന്നത്. ചേട്ടൻ കളികളൊക്കെ കാണാറുള്ളൂ. അർജന്റീനയാണ് ജയിക്കേണ്ടത്, പക്ഷേ എന്നാലും പറയാൻ പറ്റത്തില്ല ഈ പ്രാവശ്യത്തെ കാര്യം. മത്സരം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരം നല്ല സൂപ്പർ മത്സരമല്ലേ. ചിലർ ഈ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണെന്ന് മൊത്തത്തിൽ നടന്നിരുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഇന്ന് നാളെ രാവിലെ അറിയാമല്ലോ. ഏതായാലും അർജന്റീന ഫാൻസിനെയാണ് നമുക്ക് ഇവിടെ വന്നിട്ട് കൂടുതൽ കാണാനുള്ള. കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെ കാണുന്നു ഈ മത്സരം? ഈ കഴിഞ്ഞ നാളുകളിലെ മത്സരങ്ങളൊക്കെ എങ്ങനെ കാണുന്നു? ആവേശം എത്രത്തോളം ഉണ്ടായിരുന്നു? രാത്രിയിലൊക്കെ ആയിരുന്നല്ലോ മത്സരങ്ങൾ, അപ്പോൾ കാണാൻ പറ്റിയ എല്ലാ മത്സരങ്ങളൊക്കെ കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും പ്രധാന മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അർജന്റീനയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. ആരായിരിക്കും കപ്പടിക്കുക? അർജന്റീന. അവിടെ മൊത്തത്തിൽ അർജന്റീന ഫാൻസ് ആണ്. അത് മോൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ഞാൻ പോർച്ചുഗൽ ഫാനാ. ഇത് കളി കാണുന്നത് നിർത്തി. ഇത് പോർച്ചുഗൽ പുറത്തായതോടെ കളി കാണലും നിർത്തി. ഇപ്പോൾ ഈ പോർച്ചുഗൽ ഫാൻസ് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇത് അർജന്റീനയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു ടൂർണമെന്റ് എന്നാണ്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഉണ്ട്. ഈ പോർച്ചുഗലിന്റെ ലാസ്റ്റ് മത്സരത്തെയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഞാൻ അർജന്റീനയുടെ പോർച്ചുഗലിൻ്റെ കളി, ഞാൻ പൊതുവെ പോർച്ചുഗൽ ഫാനാണെങ്കിലും പോർച്ചുഗൽ ഔട്ടായതോടെ ഒന്നും പറയാനില്ല. പേരും കൂടെ ഒന്ന് പറഞ്ഞു. ബെൻ റാന്നി. റാന്നി സ്വദേശി അമലാണ് പറഞ്ഞത്. അദ്ദേഹം കടുത്ത പോർച്ചുഗൽ ഫാനാണ്. പോർച്ചുഗൽ പുറത്തായതോടെ അദ്ദേഹം കളി നിർത്തി. ഏതായാലും ഇനിയിപ്പം അത് കാണുന്നില്ല എന്ന് തന്നെയാണ്. ചേട്ടാ, എങ്ങനെയാണ് തോന്നുന്നത്? അല്ല, കളി എന്തായാലും മെസ്സിയും അർജന്റീനയും ജയിച്ചില്ലെങ്കിൽ എൻ്റെ മോൻ അതിൽ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുകയില്ല. ഞാൻ ഫാനാണ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. അവിടുത്തേത് ഭയങ്കര പ്രശ്നം. അവനാണെങ്കിൽ മെസ്സി അർജന്റീന എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി ഇനി നടക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയ ഗതികേടായി പോകും. എല്ലാവരോടും പോയിട്ട് വീരവാദം അടിച്ചിരിക്കുക. അതുകൊണ്ട് എന്തായാലും ഞാൻ പഴയ ബ്രസീൽ ഫാനായിരുന്നു, പക്ഷെ ഇവനിങ്ങനെ ആയതുകൊണ്ട് ഞാനങ്ങ് മാറി. എന്തോ ചെയ്യാനാ.